എല്ലാവർക്കും നമസ്കാരം. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഹിന്ദിയിലുള്ള ശിക്ഷാവ്യവസ്ഥാമേം ആമൂൽചൂൽ പരിവർത്തൻ കി ആവശ്യകത എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ചിന്തകളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു അടിമുടി മാറ്റം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? നമ്മൾ നേടുന്ന ഈ വിദ്യാഭ്യാസം ശരിക്കും നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? അതോ നമ്മളെ എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റുകയാണോ? ഈയൊരു ചോദ്യമാണ് സത്യത്തിൽ നമ്മുടെ ഈ മുഴുവൻ ചർച്ചയുടെയും കാതൽ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിസ്ഥാനപരമായി എവിടെയാണ് പിഴവ് പറ്റിയത്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ശരിക്കും ഇതൊരു വിരോധാഭാസം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചവർ അവർ സ്വന്തമായി വരുമാനം കണ്ടെത്തി ജീവിക്കുന്നു. ഇനി മറുവശത്ത് നോക്കിയാലോ, വലിയ വലിയ ഡിഗ്രികളൊക്കെയുള്ള ചെറുപ്പക്കാർ ഒരു ജോലിക്കായി അലയുന്നു. അവസാനം ഇതവരെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും തന്നെ ഒരു ഭാരമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ ഈ ഒരു ആശ്രിതത്വത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നോക്കൂ. ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇനി വിജയിക്കാൻ വലിയ ഡിഗ്രികളൊന്നും വേണ്ട എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ചിലരുണ്ട്. നമുക്ക് അവരുടെ കാര്യമൊന്ന് നോക്കാം. ഇപ്പോൾ അബ്ദുൽ കരീമിന്റെ കാര്യം തന്നെ എടുക്കാം. പ്രത്യേകിച്ചൊരു ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്നിട്ടും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അച്ചാർ ബ്രാൻഡ് കെട്ടിപ്പടുത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ കാര്യം സിമ്പിളാണ്. കഴിവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഡിഗ്രികളൊന്നും ഒരു തടസ്സമേ അല്ലെന്ന് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രശ്നം വെറുമൊരു തൊഴിലില്ലായ്മയിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. ഇതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ധാർമ്മികമായ പ്രതിസന്ധിയുടെ തലം കൂടിയുണ്ട്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ശാപം എന്നുപോലും പറയാവുന്ന ഒരു വശം. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കാം. ചെറിയ മോഷണങ്ങളെക്കാളൊക്കെ ഉപരി വളരെ ആസൂത്രിതമായി നടത്തുന്ന വലിയ കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അതിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ പങ്ക് കൂടിവരികയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ വേണ്ട ബുദ്ധിയും സാമർഥ്യവും അവർക്ക് ഈ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കണ്ടില്ലേ, ശരിയായ മൂല്യങ്ങളോ ധാർമ്മികതയോ ഇല്ലാത്ത അറിവും കഴിവും എത്രമാത്രം അപകടകാരിയാണെന്ന് ഈ വാക്കുകൾ നമുക്ക് കൃത്യമായി കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇതിൻ്റെയൊക്കെ വേരുകൾ തേടി നമ്മൾ പിന്നോട്ടു പോയാൽ എത്തുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. മെക്കാളെ പ്രഭു ഡിസൈൻ ചെയ്ത ഒരു വിദ്യാഭ്യാസ രീതിയുണ്ടായിരുന്നു. അതിന് ലക്ഷ്യമെന്തായിരുന്നു? സ്വതന്ത്രമായി ചിന്തിക്കുന്നവരെയല്ല, മറിച്ച് കേവലം ഗുമസ്തന്മാരെ, അതായത് ക്ലാർക്കുമാരെ ഉണ്ടാക്കുക എന്നതായിരുന്നു. ശാരീരികാധ്വാനത്തെ ഒരു മോശം കാര്യമായി കാണാനുള്ളൊരു ചിന്താഗതി അത് നമ്മളിൽ വളർത്തിയെടുത്തു. സത്യം പറഞ്ഞാൽ ആ ഒരു മനോഭാവം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം? ഇതിനൊരു പരിഹാരമായി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി മുന്നോട്ടുവയ്ക്കുന്ന സമഗ്രമായൊരു കാഴ്ചപ്പാടുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഒരു യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 1. സ്വാശ്രയത്വം. 2. വ്യക്തിത്വ വികാസം. 3. സാമൂഹിക പ്രതിബദ്ധത. ലോകത്തിലെ വലിയ ചിന്തകരെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുള്ള ഈ 3 തൂണുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്കും പൂർണ്ണമാകുന്നത്. ഇനി നമുക്കതിൽ ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് വരാം. സ്വാശ്രയത്വം. അതായത് വിദ്യാഭ്യാസം എന്നത് വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഒരു ജോലിക്കായി അലഞ്ഞു നടക്കാനുള്ള ഒന്നായി മാറരുത്. പകരം സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവ് അത് ഓരോരുത്തർക്കും നൽകണം. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പോലും സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനുള്ളൊരു പ്രാപ്തി അതുണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും അസാധ്യമായ കാര്യമല്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഈ പ്രശ്നം വളരെ ഭംഗിയായി പരിഹരിച്ചിട്ടുണ്ട്. റഷ്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ടെക്നിക്കൽ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇനി ജപ്പാനിലോ, അവിടെ വീടുകളിൽ തന്നെ പ്രവർത്തിക്കുന്ന ചെറിയ വ്യവസായങ്ങളിലൂടെ അവർക്ക് ചെറുപ്പത്തിലെ പരിശീലനം കിട്ടുന്നു. ഇതൊക്കെ നമുക്കും തീർച്ചയായും മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ്. ശരി, ഇനി നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പുരാതന ഭാരതത്തിന്റെ ജ്ഞാനം ഇക്കാര്യത്തിൽ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നു നോക്കാം. രണ്ടാമത്തെ ലക്ഷ്യം വ്യക്തിത്വ വികാസമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സ്വന്തമായി ജീവിക്കാനുള്ള കഴിവ് മാത്രമുണ്ടായാൽ മതിയോ? പോരാ. നല്ലൊരു സ്വഭാവമില്ലെങ്കിൽ ആ കഴിവുകൾ അയാൾ സമൂഹത്തിന് ദോഷം ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക. നമ്മുടെയൊക്കെ സർക്കാർ ഓഫീസുകളിൽ കാണുന്ന അഴിമതി തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഈയൊരു വാചകം ശ്രദ്ധിക്കൂ. സത്യസന്ധത ഒരുതരം വിഡ്ഢിത്തമായി കണക്കാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു. നല്ല സ്വഭാവത്തിന് വിലയില്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തമാണിത്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാകും.
അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത് സ്വഭാവരൂപീകരണത്തിനും ആത്മനിയന്ത്രണത്തിനുമൊക്കെയായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്കൂളുകളോ? അവയുടെ പ്രധാന ലക്ഷ്യം വെറുതെ കുറേ വിവരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ലക്ഷ്യം സാമൂഹിക പ്രതിബദ്ധത. വിദ്യാഭ്യാസം നമ്മളെ സ്വാർത്ഥരാക്കാനല്ല സഹായിക്കേണ്ടത്. നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോട് നമുക്ക് ചില കടമകളുണ്ടെന്നൊരു ബോധം ഓരോരുത്തരിലും വളർത്താനതിന് കഴിയണം. ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതൊക്കെ തിരികെ നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് വിദ്യാഭ്യാസം നമ്മളെ ഓർമ്മിപ്പിക്കണം. അപ്പോ ഇതിനെല്ലാം ഒരു പരിഹാരം വേണ്ടേ? ഈ വലിയ മാറ്റത്തിനായി നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാനാകും? അതാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് ആചാര്യജിയുടെ ഏറ്റവും ശക്തമായ ആഹ്വാനം വരുന്നത്. ഈ മാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും സർക്കാരിന്റെ തലയിൽ വെച്ചുകെട്ടി മാറി നിൽക്കരുത്. സമൂഹം തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ സ്നേഹിക്കുന്ന നിസ്വാർത്ഥരായ ആളുകൾ ഇതിനായി മുന്നോട്ടു വരണം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്നോർത്തെടുക്കാം. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി തൊഴിലില്ലായ്മയും ധാർമ്മികമായ തകർച്ചയും സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കേണ്ടത് സ്വാശ്രയത്വം, നല്ല സ്വഭാവം, സാമൂഹിക ബോധം എന്നിവയാണ്. നമ്മുടെ പഴയ ഗുരുകുല മാതൃകയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പിന്നെ ഈ മാറ്റം എന്നത് സർക്കാരിന്റെ മാത്രം ജോലിയല്ല, സമൂഹം മുഴുവനായി ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യമാണ്. അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി വിട്ടുതരികയാണ്. നമ്മുടെ വരും തലമുറയുടെ ഭാവിയെ ശരിയായ രൂപത്തിൽ വാർത്തെടുക്കാൻ, അവരുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.